OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. നമുക്കറിയാം, കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ചു പോയ ഒഴിവിലാണ് OR കേളു മന്ത്രിയായി എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിൽ നിന്നുള്ള CPIM-ന്റെ ആദ്യ മന്ത്രി, ഒപ്പം തന്നെ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി നിലകൊണ്ട് അവരിൽ ഒരാളായി, അവരിൽ നിന്ന് ഉയർന്നു വന്ന നേതാവായി OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഏതായാലും നമുക്കതിൻ്റെ സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ നിയുക്ത മന്ത്രി OR കേളുവും നമ്മളോടൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിൽ തത്സമയം ചേരുകയും ചെയ്യും. ഏതായാലും കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് രണ്ടാം പിണറായി സർക്കാരിൽ പുതിയ മന്ത്രി, പട്ടികജാതി പട്ടികവർഗക്ഷേമ മന്ത്രിയായി OR കേളു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് സമഗ്രമായ വിവരങ്ങൾ അറിയാം, വിശേഷങ്ങൾ അറിയാം. വിജിൻ ഉണ്ട് നമ്മളോട്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിജിൻ, ഒരു ചരിത്രപരമായ ദിവസമാണ്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ നേതാവായ OR കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ദിവസം എന്ന രീതിയിൽ വേണം ഇന്നത്തെ ഈ ചടങ്ങിനെ നമ്മൾ കാണാൻ. തീർച്ചയായും രാധേട്ടൻ്റെ ഒഴിവിലേക്കാണ് കേളുവേട്ടൻ, നാട്ടുകാരുടെ മാനന്തവാടിക്കാരുടെയൊക്കെ പ്രത്യേകിച്ച് കേളുവേട്ടൻ മന്ത്രിയാകാൻ പോകുന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പായിരിക്കും ലഭിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ വിഭാഗത്തിന് വേണ്ടി മാത്രമായി ഒരു വയനാട്ടിൽ നിന്ന് ആദ്യമായി CPM-ന്റെ MLA ഒരു മന്ത്രിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത മാസം 2025 നവംബറിൽ അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിലെ ഒരു പ്രധാന കടമ്പയാണ് ഈ പട്ടികവർഗ വിഭാഗങ്ങളെ പൂർണ്ണമായും അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത്, അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ഉതകുന്ന രീതിയിൽ വയനാട്ടിൽ നിന്ന് തന്നെ ആദ്യമായി CPIM-ന്റെ ഒരു MLA മന്ത്രിയാകുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. OR കേളു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ 4 മണിക്കാണ് സത്യപ്രതിജ്ഞ. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എന്തായാലും അല്പസമയത്തിനകം OR കേളു തന്നെ നമ്മളോട് ഒപ്പം ചേരും. പക്ഷേ ഇന്നലെ രാത്രി വന്ദേ ഭാരതിലായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്. ആ വന്ദേ ഭാരത് മിസ്സായി. അതിനുശേഷം കാറിലാണ് വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇന്നലെ NGO സമ്മേളനം ഒക്കെ നടക്കുന്നതിനാൽ വലിയ ബ്ലോക്കായിരുന്നു അവിടെ എന്നാണ് OR കേളു തന്നെ പറഞ്ഞത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒപ്പം തന്നെ ഈ മാനന്തവാടിയിൽ ജയലക്ഷ്മി കഴിഞ്ഞ മുമ്പ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ മന്ത്രിയായിരുന്നു. പട്ടികവർഗത്തിൽ നിന്ന് തന്നെയുള്ള ആ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് OR കേളു MLA ആയി വന്നത്. രണ്ടാം തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ മാനന്തവാടി OR കേളുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞ നടക്കാൻ പോകുമ്പോൾ ആ മാനന്തവാടിയിലെയും വയനാട്ടിലെയും ജനങ്ങൾ, കുറേ ആളുകൾ ഈ സത്യപ്രതിജ്ഞയ്ക്കായി ഇങ്ങോട്ട് എത്തിയിട്ടുമുണ്ട്. ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ പല ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെയായി നാട്ടുകാർ പ്രിയപ്പെട്ട കേളുവേട്ടൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുവാനായി എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കെ രാധാകൃഷ്ണനൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ നാട്ടുകാർ പ്രിയപ്പെട്ട രാധാകൃഷ്ണന് അഭിവാദ്യം അർപ്പിക്കാനൊക്കെ എത്തുന്ന കാഴ്ചയും കണ്ടിരുന്നു. എന്തായാലും ചരിത്രപരമായ ഒരു മുഹൂർത്തം. CPM ഒരു പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി ഒരു മന്ത്രിയെ തീരുമാനിക്കുന്നു. അതിൽ പൂർണ്ണമായ ചുമതലയും നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏത് രീതിയിൽ പട്ടികവർഗത്തെ പ്രധാനമായും ഈ വയനാട്ടിൽ നേരിടുന്ന വന്യജീവി പ്രശ്നങ്ങൾ ഒക്കെ ഒരുപാടുണ്ട്. വന്യജീവികളും മനുഷ്യരുമായുള്ള സംഘർഷങ്ങൾ ഏറ്റവും അവസാനവും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒക്കെയുണ്ട്. ഒപ്പം തന്നെ യാത്രാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, വയനാടുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഷയങ്ങൾ ഒക്കെയുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ വയനാട്ടിലെയും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെയും വികസനത്തിന് വേണ്ടി മാത്രമായി ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് കാണേണ്ട കാര്യം. മനു.